ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഏതൊരു സാധാരണക്കാർക്കും ഉണ്ടാക്കാവുന്ന ഒരു രീതിയിലാണ് എൻ്റെ ഈ കേക്ക് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് 6 ലെയർ കേക്കാണ്. വീട്ടിൽ ഫുഡ് കളേഴ്സ് ഉണ്ടെങ്കിൽ ഇത് റെയിൻബോ കേക്കായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. നല്ല അടിപൊളി കേക്കാണ്. ഇത് 1 കിലോ വരെ വരും വെയിറ്റ് ഇതിൻ്റെ. ഇവിടെ ഞാനിപ്പം ഉപയോഗിച്ചിരിക്കുന്നത് 3 കളേഴ്സാണ്. ഓറഞ്ച്, കൊക്കോ അഥവാ കോഫി, പിന്നെ യെല്ലോ കളർ. യെല്ലോ കളറിന് പകരം ഞാൻ ഇവിടെ മഞ്ഞൾപ്പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി വീട്ടിൽ ഫുഡ് കളേഴ്സ് ഒന്നും ഇല്ലാത്തവർ ഇതെങ്ങനെ ഉണ്ടാക്കും എന്നുള്ള രീതി ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. നല്ല രസമായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ജ്യൂസി ആയിട്ടുള്ളൊരു കേക്കായിരുന്നു. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. കേക്കിന് ആവശ്യമായ സാധനങ്ങൾ: 250 ഗ്രാം ബട്ടർ, 3 മുട്ട, 250 ഗ്രാം പഞ്ചസാര പൊടിച്ചത്. ഈ ഒരു കപ്പിലാണ് ഞാൻ അളവെടുക്കുന്നത്. ഇതൊരു 250 ml കപ്പാണ്. ഈ ഒരു കപ്പിലാണ് എൻ്റെ മൈദയും എല്ലാം ഞാൻ അളന്നെടുക്കുന്നത്. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം റൂം ടെമ്പറേച്ചറിലായിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മൾ 250 ഗ്രാം ബട്ടർ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഒന്ന് അടിച്ചെടുക്കാമെന്ന് നല്ല സോഫ്റ്റായിട്ട് വരണത്. ഇനി നമുക്ക് ആ പൊടിച്ച പഞ്ചസാരയും കൂടി ഒന്ന് ചേർത്ത് ഇത് രണ്ടും കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത് രണ്ടും നല്ലതുപോലെ യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി 3 മുട്ട ഒഴിച്ചു വയ്ക്കാം. മൂന്ന് മുട്ട ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി അത് ചേർത്തൊന്ന് അടിച്ചതിന് ശേഷം 1/2 ടീസ്പൂണോളം വാനില എസൻസ് ഒഴിക്കാം. ആ മുട്ടയുടെ മണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നതായിരിക്കും. ടേസ്റ്റും വ്യത്യാസം വരുന്നതായിരിക്കും എസൻസ് ഒഴിച്ചാൽ. ഇനി നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് തരാം. 250 ഗ്രാമിൻ്റെ മൈദയാണ്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/8 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഉപ്പ് 1 നുള്ള്. ഇതെല്ലാം കൂടെ ഇട്ട് നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. 3-4 പ്രാവശ്യം അരച്ചെടുക്കാവുന്നതാണ്. ഇനി അതും കൂടെ നമ്മൾ ഈ മിക്സിലേക്ക് ഇട്ട് നല്ലതുപോലെ അടിച്ചെടുക്കാം. ഈ സമയത്തിന് നമുക്ക് ഒരു പഴയ കുക്കർ വല്ലതും ഉണ്ടെങ്കിൽ അതൊന്ന് ചൂടാക്കാൻ വയ്ക്കാം. കുക്കറിലാണ് ഞാനിന്ന് കേക്ക് ഉണ്ടാക്കുന്നത്. കുക്കർ ചൂടാക്കാൻ വയ്ക്കാം. കുക്കറിനകത്ത് ആ റാക്കും കൂടെ ഒന്ന് വെച്ച് കുക്കറൊന്ന് അടച്ച് വയ്ക്കുക. കുക്കറും ചൂടാണ്, അത് റാക്കും ചൂടായി കിട്ടണം. ആ മിക്സി ഞാൻ വലിയ ബൗളിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളിനി 6 ഗ്ലാസ്സുകളിലായിട്ട് മാറ്റി വയ്ക്കണം. സെയിം അളവിൽ 6 ഗ്ലാസ്സിൽ ഒഴിച്ചെടുക്കണം. 2 കേക്ക് ഒന്നിച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ 4 ഗ്ലാസ് ഒന്ന് മൂടി വയ്ക്കാം. ബാക്കി 2 ഗ്ലാസ്സിലേക്ക് 1/2 ടീസ്പൂണോളം വിനീഗറും 1 ടേബിൾ സ്പൂണോളം പാലും കൂടെ ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് വയ്ക്കാം. ഞാനിപ്പോൾ ഇത് ഒരെണ്ണം സാധാരണ കളറും, അതായത് കളറൊന്നും ഇല്ലാതെയും, വേറെ ഒരെണ്ണം മഞ്ഞൾപ്പൊടി ഇട്ട കളറുമാണ് എടുക്കുന്നത്. അത് രണ്ടും കൂടി ഞാൻ ഈ പാത്രത്തിലേക്കൊന്ന് മാറ്റുന്നുണ്ട്. പാത്രത്തിൽ ഞാൻ ബട്ടർ പേപ്പറാണ് ഇട്ടിരിക്കുന്നത്. ആദ്യം ബട്ടർ പേപ്പർ ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണ്. ഇനി അത് ആ കേക്ക് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. 10 മിനിറ്റിനകത്ത് ഇത് ശരിയായി കിട്ടുന്നതായിരിക്കും. കേക്കിൻ്റെ മണം വരുമ്പോൾ ഒന്ന് തുറന്ന് കുത്തി നോക്കാവുന്നതാണ്. ഇങ്ങനെ ഒട്ടത്തില്ലെങ്കിൽ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ തണുത്തതിന് ശേഷം പാത്രത്തിലേക്കൊന്ന് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇത് യെല്ലോ കളറും ഉണ്ട്, സാധാരണ കേക്കിൻ്റെ കളറും ഉണ്ട്. ഇനി നമ്മൾ ചേർക്കുന്നത് ഓറഞ്ച് കളറും പിന്നെ കൊക്കോ പൊടിയുടെ കളറുമാണ്. കൊക്കോ പൊടിയും ഇത് രണ്ടും ഞാൻ പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലിലേക്ക് ഒഴിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ, യോജിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് 1/2 ടീസ്പൂണോളം വിനീഗർ ഒഴിച്ചു. കൊക്കോ പൗഡർ, ഇനി ഓറഞ്ചിൻ്റെ കളറും രണ്ടും ഓരോരോ ഗ്ലാസ്സിലിട്ട് ഒഴിച്ചു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്.
അതും കൂടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ മറ്റേതും കൂടെ റെഡിയാക്കി. മറ്റേത് കൊക്കോപ്പൊടിക്ക് പകരം ഞാൻ കോഫീൻ്റെ പൗഡറാണ് ഇട്ടത്, കാപ്പിപ്പൊടി. അതും തയ്യാറായിട്ടിട്ടു. ഇനി ഞാൻ വിപ്പ് ചെയ്യാൻ പോവാണ്. വിപ്പിംഗ് ക്രീം ഇക്കോട്രോപ്പ് എന്ന് പറഞ്ഞ കമ്പനിയുടെ വിപ്പിംഗ് ക്രീമാണ്. ആദ്യം ഞാനിതിന് ഫോർക്കും പാത്രവും കൊണ്ട് വെച്ചൊന്ന് ചെയ്ത് നോക്കി. അതങ്ങനെ ഒരുപാട് നേരം എടുക്കുന്ന പോലെ തോന്നി. അത് പിന്നെ ഞാനത് മിക്സിയിലേക്ക് മാറ്റി വെച്ചു. അതൊന്നുകൂടെ ഒന്ന് അടിച്ചു നോക്കി. അപ്പോൾ അത് ശരിയായി കിട്ടിയായിരുന്നു എനിക്ക്. നമ്മൾ എങ്ങനെ ചെയ്താലും അത് പാത്രം നല്ലതുപോലെ ഫ്രീസറിൽ വെച്ച് ഒരു 3-4 മണിക്കൂർ വെക്കാൻ ശ്രദ്ധിക്കണം. ഈ ഫോർക്കും ഈ പാത്രവും ഫ്രീസറിൽ വെച്ചാണ് എടുത്തത് കേട്ടോ. ഇനി ഷുഗർ സിറപ്പിന് 1/4 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചൊന്ന് തിളപ്പിച്ച് വിപ്പ് ചെയ്ത ക്രീമിലേക്ക് ഞാൻ ക്രീം ചീസും കൂടെ ചേർക്കുന്നുണ്ട്. ക്രീം ചീസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കിയത്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയുന്നെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി, ഉണ്ടാക്കി കാണിക്കാവുന്നതാണ്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതാണ് നമ്മൾ കേക്കിൻ്റെ നടുവിലൊക്കെ തേക്കാൻ പോകുന്നത് കേട്ടോ. ഇതിങ്ങനെ ചേർത്ത് കഴിഞ്ഞ് ഒരു ഇച്ചിരി നേരം കൂടെ ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്ന ഇച്ചിരി കൂടെ കട്ടിയായിട്ട് കിട്ടുന്നതായിരിക്കും. ഇനി നമ്മൾ കേക്കിൻ്റെ പുറത്ത് ക്രീം തേക്കുന്നതിന് മുൻപ് മാത്രം കേക്കിൻ്റെ പുറത്ത് ഷുഗർ സിറപ്പ് നമ്മൾ ഒഴിക്കുക. എല്ലാം കേക്കിൻ്റെയും മുകൾ വശത്തായിട്ട് ഷുഗർ സിറപ്പ് ഒഴിക്കുക. അറേഞ്ച് ചെയ്ത് വെക്കുമ്പം അതിനെ തിരിച്ച് വെച്ച് അറേഞ്ച് ചെയ്യുക. എന്നിട്ട് പിന്നെയും ഷുഗർ സിറപ്പ് അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുക. ഈ ഷുഗർ സിറപ്പ് എടുത്ത് വെച്ചിരിക്കുന്നത് മുഴുവൻ ഈ കേക്കിൽ ഒഴിച്ച് തീർക്കണം. എങ്കിലേ ആ ഷുഗർ സിറപ്പിൻ്റെ ജ്യൂസിനെസ് കേക്കിന് കിട്ടത്തുള്ളൂ. ഇതാ നമ്മൾ ആദ്യത്തെ ലെയർ വെച്ചു. കൊക്കോയുടെ ലെയറാണ്. ഷുഗർ സിറപ്പ് ആദ്യം ഇട്ടായിരുന്നു. ഇപ്പം അത് അറേഞ്ച് ചെയ്യുമ്പം തിരിച്ചിട്ടും അതിനകത്ത് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ ക്രീം തേച്ച് കൊടുക്കുകയാണ്. നമ്മുടെ കയ്യിൽ പാലറ്റ് നൈഫൊന്നും ഇല്ലെങ്കിൽ ഇതുപോലത്തെ കത്തി എന്തായാലും വീട്ടിൽ കാണുമല്ലോ. ആ കത്തി വെച്ച് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്താൽ മതി. ഈ ടേൺ ടേബിളും ഞാനിവിടെ വീട്ടിൽ തന്നെ അറേഞ്ച് ചെയ്തതാണ്. ഒരു കറങ്ങുന്ന ഒരു പാത്രം താഴെ വെച്ചു. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ചപ്പാത്തി കല്ലില്ലേ, അതിങ്ങനെ വെച്ച് ഇതുപോലെ വെച്ചാൽ മതി. അതുപോലെ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചുണ്ടാക്കിയതാണ് കേക്ക്. ക്രീം ഒഴിക്കുന്നതിനൊന്നും വീഡിയോ ഒന്നും എടുക്കാനൊത്തില്ല. മുകളിൽ മൊത്തം ക്രീം തേച്ചിട്ട് പിന്നെ ഞാൻ ചോക്ലേറ്റ് ഗനാഷ ഉണ്ടാക്കിയായിരുന്നു. ആ ഗനാഷയും കൂടെ ഒഴിച്ചതാണത്. കേക്ക് മുറിച്ചപ്പോൾ ഇതുപോലെ നന്നായിട്ടുണ്ടായിരുന്നു. താങ്ക് യു.